എന്താടാ നിർത്തിക്കളഞ്ഞത്? അടി കിട്ടി പഞ്ചറായിട്ട് വന്നിരിക്കല്ലേ? കഴിക്ക്, കടി നന്നായിരിക്കട്ടെ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പഠിപ്പിക്കാൻ അയച്ചതാ. എന്നിട്ട് കണ്ട നാട്ടിൽ പോയി കണ്ടവൻ്റെ ഒക്കെ കൂടെ തല്ലും കൂടി വന്നിരിക്കും. ബാക്കിയുള്ളവർക്ക് പേര് ദോഷം ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ കണ്ട നാട്ടിൽ കൊണ്ടാക്കിയത്? പഞ്ചാബിലെ അടി കിട്ടിയായിരുന്നു നീ പറഞ്ഞു. പക്ഷെ എന്തിനാ കിട്ടിയെന്ന് മാത്രം നീ പറഞ്ഞു. പെണ്ണുടി കേസുല്ലാണ്. അത് ഉറപ്പല്ലേ? പഞ്ചാബിലെ അടി ചൊറിയും. ആ പിന്നെ അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്ന് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട. നിന്റെ അച്ഛൻ്റെ ഗുസ്തി ടൂർണമെന്റ് വിജയേട്ടൻ മുടക്കാൻ പോവാ. ബാക്കി ഇവിടുന്ന് വാങ്ങാം. വിജയേട്ടാ ബാക്കി നീ പറയും. എന്താടാ വിജയേട്ടാ അവരത് നടത്തിക്കോട്ടെ. ഇത്രയും നാളത്തെ പോലെ അല്ല. അച്ഛനും ഗാങ്ങും ഭയങ്കര സീരിയസ് ആയിട്ട് ഇറങ്ങിയേക്കാം. എന്താണ് നിനക്കൊരു മാറ്റം? നീ എന്താ യൂത്ത് വിട്ട് ഫയൽമാൻമാരെ ക്ലബ്ബിൽ ചേർന്നോ? ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്നതേ എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ നാട്ടിലെ മൊത്തം ചെറുപ്പക്കാർക്ക് വേണ്ടിയാ. എനിക്കറിയാം, നിനക്കറിയാം. മനത്തോലെ സ്റ്റേഡിയം കൊണ്ടുവന്നിട്ടാണല്ലോ നിങ്ങൾക്ക് നാട്ടിലെ ചെറുപ്പക്കാരുടെ വോട്ട് പിടിക്കാൻ. ഞാനെന്താ പൊളിറ്റിക്സ് കളിക്കാന്നാണോ നീ പറഞ്ഞത്? അതല്ല വിജയേട്ടാ, അവരവിടെ ഗുസ്തിയോ എന്ത് കുന്തമേളം നടത്തിക്കോട്ടെ. നമ്മളായിട്ട് അത് മുടക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. വെറുതെ വഷളാവണം. നിനക്ക് പേടിയാണെങ്കിൽ നീ നിൽക്കണ്ട, നീ ഇറങ്ങിക്കോ, തിരിച്ചു നിന്റെ അക്കാറയ്ക്ക് നോക്കോ. നീ അവിടെ ആയിരുന്നല്ലോ പണ്ട്. ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനുണ്ട്. ചേട്ടാ നിങ്ങൾ അടങ്ങ്. അവനൊരു സജഷൻ പറഞ്ഞല്ലോ. സജഷൻ നീ മിണ്ടരുത്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ കാണിച്ചടാ, കാണിച്ചു. നീ നിന്റെ തന്തയുടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്റെ തന്തയുടെ സ്വഭാവം നീ കാണിക്കേണ്ടിരുന്ന എന്താ നല്ല അടിയെടുക്കുമ്പോഴേ നിങ്ങളെന്ത് തേങ്ങ കാണിക്കും. ഞാൻ വരാം. പോരാ, അത് മതി. 3:30 അല്ലേ? ഓ 3:30. അല്ല പോക്കരെ, നമുക്ക് ഈ ഗോദ എല്ലാ തവണത്തെ പോലെ കുറച്ചുകൂടെ ഉയരത്തിൽ കെട്ടാം. ഓ ആയിക്കോട്ടെ. അപ്പൊ കാണുന്നവർക്ക് ഒരു സൗകര്യമാവല്ലോ. ഇത് നടക്കില്ല. ആ വിജയൻ കോടതിയിൽ കൊടുത്ത കേസ് വിധിയായിട്ടുണ്ട്. കേസോ? അതെ, മനയത്തുവയൽ അവനുകൂടെ അവകാശപ്പെട്ടതാണെന്നും ഇവിടെ എന്ത് പരിപാടി നടക്കണമെങ്കിലും അവന്റെ സമ്മതം കൂടാതെ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ രഹസ്യമായ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അത് വിധിയായിട്ടുണ്ട്, അതും അവൻ അനുകൂലമായിട്ട്. എന്റെ വിജയേട്ടാ ഇത് വേണ്ട. കേസ് കൊടുത്തപ്പോ ക്യാപ്റ്റന്റെ റിയാക്ഷൻ കണ്ടല്ലേ? ക്ലബ് അടിച്ചു പൊടിച്ച് തൂഫാനാക്കി. നീ ഇതുകൂടെ അടിപൊളിയോ? വീട്ടിലും നാട്ടിലും ജീവിക്കാൻ പിള്ളേരൊക്കെ ആ ദേശത്തെ പിള്ളേരോട് വിളിച്ചോ. ഓണത്തൂക്കൽ റെഡ് സ്റ്റാർസിനെ വിളിക്കണം. ഒറ്റ ക്ലബ് ഒഴിവാക്കരുത്. മനയത്തുവയൽ എല്ലാ പിള്ളേരും ഇന്നു മുതൽ ക്രിക്കറ്റ് കളിക്കണം. മാരത്തോൺ ക്രിക്കറ്റ്. ഇതെന്താ യുദ്ധം? ആ യുദ്ധം യുദ്ധം കാലുകുത്തിയൊരേതു മണ്ണും കൈവണങ്ങിയതാണെന്നും ചീറ്റിയെത്തിയ കാട്ടുപോത്തും തോറ്റുമാറിയതാണയ്യ. ഈ മണ്ണിന്റെ അകത്ത് ഇറങ്ങി കളിക്കണം. എന്തേ എന്താ ഗോട്ടികൾ? ഏത് ക്രിക്കറ്റ് അല്ലേ? നമുക്ക് രണ്ടുപേർക്ക് വിത്തായിട്ട് വന്നാൽ മതി. നമുക്കിത് പൊളിറ്റിക്കലായി മൂവ് ചെയ്താലോ? നിങ്ങളുടെ ഒറ്റ ചെങ്ങായല്ലേ ആ കുറ്റിപ്പുഴ MLA? ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഇങ്ങനത്തെ ചുക്കളി പരിപാടിക്കൊന്നും മൂപ്പരെ വിളിക്കേണ്ട കാര്യമില്ല. ഇത് എനിക്ക് പ്രാദേശികമായിട്ട് ഡീൽ ആവുന്ന കാര്യമുള്ളൂ. നീ ഒരു കാര്യങ്ങളോട് പറഞ്ഞുതരാൻ വേണ്ടി എടുത്തു. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല. നമ്മൾ പ്രതികരിക്കണത് എന്ന് ചിരക്കാണ വെള്ളം കുടിച്ച് വീട്ടിൽ പോകാൻ നോക്കണം. അപ്പൊ നിങ്ങൾ പാര ടീമാ? അതെ, ഇതിലും വലുതെന്തോ വരാനില്ലെന്ന എന്റെ സംശയം. പാണ്ടി മച്ചാ പറയടാ. ഞാൻ കുറച്ച് ദിവസമായിട്ട് അതിഥിയുടെ നമ്പറിലേക്ക് വിളിച്ചോണ്ടിരിക്കുകയാണ്. എത്ര വിളിച്ചിട്ട് കിട്ടണല്ലോ, സ്വിച്ച് ഓഫ് ആണ്. എന്താടാ കല്യാണോ? എപ്പോ? മച്ചാ ഒരു മിനിറ്റ്, എനിക്ക് വേറെ കോൾ വരണം. ഹേ അതിഥി, ഐ വാസ് ട്രൈങ് ടു കോൾ യു. I'm getting married next week. Why don't you London? Chips देना? एक पैकेट. Welcome to Kerala. Thank you. Welcome. 150 rupees. ചേട്ടാ പാട്ടിന്റെ ശബ്ദം കൊടുത്തു കേട്ടോ. എത്ര പ്രാവശ്യം പറയണം? അവളിപ്പോ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അവള് പറയണേ. ഞാൻ അവളെ ബാലേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോട്ടെ. എന്നും വെട്ടി നാളെ നേരം മീനും കൂട്ടി ചോറ് കിട്ടും.
ചോദിക്കാത്ത കാശും കിട്ടും. അത് മുടക്കരുത് പ്ലീസ്. പിന്നെ ഞാൻ ഇവിടെ എവിടെ കൊണ്ടുപോകും? എന്റെ വീട് ഫ്രീ ആണ് കേട്ടോ. അവിടെ ചിലക്കാണ്ട് വണ്ടി പിടിച്ചാൽ മാത്രം മതി കേട്ടാ. ഏ ഞാൻ ഇവിടെ പറഞ്ഞ ആ എനിക്കിപ്പോഴും സംശയം മാറുന്നില്ല. നിങ്ങൾ തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇല്ലേ ബാലേട്ടാ, സത്യം കിട്ടും. അവളെന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. എന്നാലും അവളെങ്ങനെ പഞ്ചാബിൽ നിന്ന് നിന്റെ അടുത്ത് കൃത്യമായിട്ട് എത്തിപ്പെട്ടു? അത് ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടാ, അവളുടെ വീട്ടിലാകെ പ്രശ്നമായി. അവളുടെ ചേട്ടൻ അവളുടെ കല്യാണം കഴിച്ചു ഉറപ്പിച്ചു. അപ്പൊ അവിടെ നിന്ന് ചാടിപ്പോന്നതാ. ഇവിടെ ആകുമ്പോ പിന്നെ അവൾ അന്വേഷിച്ച് ആരും വരില്ലല്ലോ. പത്തായത്ത് നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് പഞ്ചാബിന്നേ വരും. അത് പറഞ്ഞപ്പോഴേ ആലോചിച്ചു, നമുക്കിവിടെ 10,000 ഒളിപ്പിച്ചാലോ? തൽക്കാലം അവളെ ആരും കാണാതെ നിന്റെ വീട്ടിൽ ഒളിപ്പിക്കും. നാളെ അമ്മാവനും അമ്മായും ഉണരാൻ വെച്ച അലാറത്തിന്റെ 1 മണിക്കൂർ മുന്നേ ഞാൻ എത്തിയിരിക്കും. എന്നിട്ട് നമുക്ക് സൗകര്യപൂർവ്വം ആലോചിക്കാം. ഓക്കെ അമ്മേ? കം. എത്രയും 150. Put your phone in silent mode. അയ്യോ, Is that the akhada? What? ഇതെവിടെ ആയിരുന്നു? ഫ്രണ്ടാ. ഹായ് ചിപ്സ്. കൊടുത്തോ? എന്റെ കൊച്ചെ, ഇവനെ പറ്റി രണ്ടുപേരോട് അന്വേഷിച്ചിട്ട് പഞ്ചാബിൽ നിന്ന് പോന്നാ പോരായിരുന്നോ? ആ വണ്ടിക്കാശ് എങ്ങനെ ലാഭിക്കായിരുന്നു? എഴുതട്ടെ, വാ പുഷപ്പടിക്ക്. Please don't come out until I call you. Okay? Okay, पर मुझे बहुत भूख लगी है. എന്നാ ബുക്കാ? ബുക്കല്ല, ബുക്ക്. വിശപ്പ്. ഈ പാതിരാത്രിയിലാണോ നിന്റെ വിശപ്പ്? ഒരെണ്ണം അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട. അവിടെ എണ്ണകാരെ മോനെ ദാസ, ഈ കുട്ടി നിന്റെ ഫ്രണ്ടാണോ അതോ ഗേൾ ഫ്രണ്ടാണോ? അതെ, പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ തൽക്കാലം ഇതാരും അറിയണ്ട. പിന്നെ നാളെ രാവിലെ അച്ഛനും അമ്മയും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. മറക്കരുത്. മറക്കില്ല. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്. എണ്ണ കാറിയതാണെങ്കിൽ എണ്ണ കാറിയ ചിപ്സ്. ഹലോ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. സോറി. തല്ലരുത്, കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ക്യാപ്റ്റൻ ടീച്ചർ എഴുന്നേറ്റിട്ടുണ്ട്. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നേരിട്ട് പോയി. അതിഥി എവിടെ? രാവിലെ തന്നെ നല്ല ബുക്ക് ബുക്കുവാ, ഡൈൻ ടേബിളിലുണ്ട്. നിനക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിറങ്ങി പോരെ. പിന്നെ സിലബസ് തീർക്കണം മനുഷ്യ, പരീക്ഷ വരുന്നത്. അച്ഛനമ്മ എത്തിയിട്ടുണ്ടാവല്ലേ? അച്ഛനമ്മ എത്തി, ഇനി എന്ത് ചെയ്യും? എന്നെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യ. അതപ്പോ ഇതേതോ വലിയ പെണ്ണ.